ഞങ്ങളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ഇന്നാണ് ബസ് സ്ട്രൈക്ക് നമ്മുടെ കാസർഗോഡിൽ. ഇന്ന് ജനങ്ങളൊക്കെ കുറവാണ് ഗൈസ്, ആരും കാണുന്നില്ല. ആരുമില്ല ഗൈസ്, ബസ്സിലും ആരുമില്ല. ബസ്സില്ലാതെ വെയിറ്റ് ആക്കുന്ന ഒരു ചെറുക്കനുണ്ട് ഗൈസ്. പാവം നോക്കുമ്പോൾ പാവം തോന്നാനേ. ആൾക്കാർ ആരുമില്ല, നോക്കിയേ. എത്ര വണ്ടികൾ, കുറേ വണ്ടികളുണ്ടെന്ന്. ഓട്ടോറിക്ഷകളുണ്ട്. ജനങ്ങളില്ലെങ്കിൽ നഷ്ടം. ഓക്കെ ചേട്ടാ, ഇപ്പോൾ നിങ്ങളുടെ പ്രൈവറ്റ് ബസ് ഉടമസ്ഥനല്ലേ, അപ്പോൾ എങ്ങനെയാ, നഷ്ടമുണ്ടോ ലാഭമുണ്ടോ? നഷ്ടമുണ്ട്. 2 ട്രിപ്പ് നമുക്ക് നഷ്ടമുണ്ട്. ഇപ്പോൾ ഈ 4 മണിക്ക് 3:40 ട്രിപ്പും രാവിലെ 9 മണിക്കുള്ള ട്രിപ്പും നഷ്ടമാണ്. അല്ലേ? ഏത് റൂട്ടിനോടുന്നയാ? ബന്തെടുക്ക കുറ്റിക്കോല് ഏറ്റിപ്പുഴ. അപ്പോൾ ഇന്ന് സമരമെല്ലാം ഏറ്റെടുത്തല്ലേ? സമരം ഉണ്ടായി. ഇന്ന് സമരം ഉണ്ടായി. സമരത്തിന് പോയി. അങ്ങനെ പോയായിരുന്നോ? പോയി. എവിടെ ഉണ്ടായിരുന്നു? കളക്ട്രേറ്റിൽ. അപ്പോൾ സമരം വേണമെന്നാണ് നമ്മളെ അഭിപ്രായം. ഫ്രീ കൊടുക്കേണ്ടതാണ് നമ്മളെ അഭിപ്രായം. മറ്റേ KSRTC എന്ന് പറയുമ്പോൾ സാധാരണ അന്ന് പറഞ്ഞ തെരുവ് പട്ടികൾക്കടക്കം ഭക്ഷണം ഉറപ്പ് വരുത്തണം എന്നൊരു സമീപനമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായത്. ഒരു കരുണ പോലും ഇന്ന് ബസ് തൊഴിലാളികളോട് കാണിക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഇത് ശരിക്കും വലിയ രീതിയിൽ ഇത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഞങ്ങളെ ബസ് തൊഴിലാളികളെ മാത്രം വിഷയമല്ല, ഇതോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ബസ്സുമായി ബന്ധപ്പെട്ടിട്ട്. അതുമാത്രമല്ല, ഉൾനാടുകളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികളടക്കം ഈ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഗവൺമെൻറ് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിന്. അത് കാണാതെയാണ് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്നാണ് പറയുന്നത്. ഇത്തരം സ്ത്രീകളെ ശാക്തീകരിക്കപ്പെടുന്ന അവസരത്തിൽ വേണ്ട പഠനങ്ങളോ അതിന് വേണ്ട മുന്നൊരുക്കങ്ങളോ ചെയ്യാതെയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുള്ളത്. അത് വരുമ്പോൾ ഒരുപാട് നമ്മളെല്ലാം കുടുംബങ്ങൾ ഒരുപാട് സ്ത്രീകളുണ്ട്. അമ്മയായാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഇങ്ങനെയല്ല, അവരൊന്നും ശാക്തീകരിക്കപ്പെടുന്നില്ല. അവരെല്ലാം മുഴുവൻ പട്ടിണിയിലേക്കാണ്. ബസ് തൊഴിലാളികളെ ആശ്രയിച്ചിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു ക്ഷേമപ്രവർത്തനം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് പട്ടിണിയിലേക്ക് വന്നത്. ഇതുവരെ സ്ത്രീകൾ ആരും യാത്ര ചെയ്യാതിരുന്നില്ല. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിന്. എന്നാൽ ഇന്ന് ഇത് ഉപയോഗപ്പെടുത്തുന്നത്, ഈ സൗജന്യ യാത്ര ഉപയോഗപ്പെടുത്തുന്നതിൽ കൂടുതലധികം ആൾക്കാരും അവർ നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല ഉയർന്ന നിലവാരത്തിലല്ല, അധികം ഉദ്യോഗസ്ഥകളായ സ്ത്രീകളാണ് ഇതിൻ്റെ ആനുകൂല്യം പറ്റുന്നത്. മറുവിഭാഗം എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ കുടുംബങ്ങളും പെട്ടെന്ന് പട്ടിണിയിലേക്ക് വന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ യൂട്യൂബർമാരെല്ലാം നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്ളോഗർമാരും എല്ലാം നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം കൊണ്ട് മാത്രമല്ല, അത് കേരളം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് വരുന്നുള്ളത് എന്നാണ് പറയാനുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഏത് ചാനൽ? ഞങ്ങളൊരു യൂട്യൂബർ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തൊഴിലാളികളുടെ വിഷയം നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ബസ് തൊഴിലാളികളെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ളൊരു ബോധ്യം, എന്നൊരു ആത്മധൈര്യം നമുക്ക് പകരുന്നൊരു ഇതാണ് കാണുന്നുള്ളത്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു പ്രചരണമാണ് നടക്കുന്നുള്ളത് എതിരായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേമപ്രവർത്തനം നിർത്തിവെക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. നല്ല കാര്യം തന്നെ. ക്ഷേമപ്രവർത്തനം ഏതായാലും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിലും മറുഭാഗം കൂടി കാണേണ്ടതായിട്ടുണ്ട്. മറുഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് തൊഴിലാളികൾ തികച്ചും പട്ടിണിയിലേക്കാണ്. ഇത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചെങ്കിൽ നമ്മളെല്ലാം സ്ഥിരം ജോലി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ 60 വയസ്സ് വരെ പണിയെടുക്കേണ്ടതായിട്ടാണ്. ഇപ്പോൾ അധികം ഉടമകളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉടമകളെല്ലാം G ഫോം കൊടുത്തിട്ട് നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്കാണ് പോയിട്ടുണ്ട്. അവർക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഉടമകൾ പറയുന്നത് അത്യാവശ്യം എണ്ണ അടിച്ചിട്ട് നിങ്ങൾ എടുത്തോ എന്നുള്ള രീതിയിൽ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ നിലയിലേക്ക് സാഹചര്യങ്ങളെത്തി. ഉടമകളിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് അവരെ കണക്കൂട്ടാൻ നമുക്ക് പറ്റും. മുമ്പത്തെ പോലെയുള്ള വലിയ കമ്പനികളോ അങ്ങനെയുള്ള അത് നിലവിലില്ല. ഇപ്പം ചുരുക്കം ചില അത്യാവശ്യ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഉടമകൾ മാത്രമേ കാസർഗോഡ് എന്നല്ല, കേരളത്തിൽ മൊത്തം അങ്ങനെ ആയിരിക്കാം. വളരെ അപൂർവം മാത്രമേ കമ്പനികളായിട്ട് ഉണ്ടാവൂ. അത് കൂടുതലും ഇങ്ങനെ ഒറ്റപ്പെട്ട ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ്.
അപ്പോൾ അത് എന്തായാലും പിന്നെ കേരളം നല്ല രീതിയിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും വരുന്ന ദിവസങ്ങളിൽ. കാരണം നമ്മളതെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഒരുപാട് ചിന്തിക്കാനും അതുപോലെ സാംസ്കാരികമായിട്ട് ഒരുപാട് ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ പ്രതിഷേധം അത് ഫലം കാണുക തന്നെ ചെയ്യും. അത് എന്ന് തന്നെയാലും ഞങ്ങൾ ഒറ്റക്കായിരിക്കില്ല. ഞങ്ങൾക്ക് നല്ലൊരു പിന്തുണ കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങൾ തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിലെ പിള്ളേരും അതിൽ കാത്തിരി പോകുന്നു. പിന്നെ ഈ മറ്റേ സ്റ്റോപ്പൊക്കെ അത് KSRTC അതിലും വായുന്നത് ഞങ്ങൾ തലപ്പാടി റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ബേജാറായി പോകുന്നു. നിങ്ങൾ തലപ്പാടി റൂട്ടാണ്? നമ്മൾ തലപ്പാടി റോഡ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമാണ്. വിഷമാണ് നമുക്ക് തലപ്പാടി റോഡ്. അല്ലെങ്കിൽ പെണ്ണുങ്ങെങ്കിൽ ഈ സ്റ്റോപ്പിൽ കീന്ന് ആ സ്റ്റോപ്പിൽ 10 പെടുത്ത് അതിലേ പോകും. പിന്നെ കുട്ടികൾ ഞങ്ങൾക്ക് കുറേ കുട്ടികളുണ്ട്. കുട്ടികളും പിന്നെ KSRTC പിന്നെ ഇപ്പോൾ KSRTC കുറേ KSRTC ഇതിൽ റൂട്ടിൽ ഇറക്കിനി. അപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇവിടെ ഓടുന്നത്. പിന്നെ ധനിമാർക്കും അങ്ങനെ ഓർക്ക് ഇതിൻ്റെ ടാക്സ് പണിയെടുക്കും വണ്ടി ഓർക്ക് എന്തില്ല, ഓറും ബേജാറിലുള്ളത്. പിന്നെ ഞങ്ങൾ പായിക്കാൻ പറഞ്ഞ് പായിക്കുന്നവർക്ക് ഓർക്ക് രാത്രി ആകുമ്പോൾക്ക് ഒരു 200 രൂപ 300 രൂപ ഇങ്ങനെ ബാലൻസ് ചെയ്യും. എന്തുമില്ല, അങ്ങനത്തെ ബേജാറാണുള്ളത്. ഇപ്പോൾ വണ്ടി കൊടുക്കുമ്പോൾ വണ്ടി ഒരു മാസം ഒരു കൊല്ലത്തിൽ ഫുൾ വണ്ടി പണിയെടുക്കണമെങ്കിൽ 4 ലക്ഷം 3 ലക്ഷം വണ്ടിൻ്റെ മുതലാളിക്ക് വേണം. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ട്, പുക ടെസ്റ്റ്, ഇതെല്ലാം പണി കുറേ ചെയ്യേണ്ടി വരുന്നു. ടാക്സ് പെട്രോൾ ഡീസലെല്ലാം അടിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഡീസൽക്കും വില ജാസ്തിയാണ് ഇവിടെ, ഡീസൽക്കും കൂടുതൽ. ഇപ്പോൾ മുമ്പ് അല്ലെങ്കിൽ 300-400 രൂപ ഡീസൽക്ക് ജാസ്തി അടക്കുമ്പോൾ അതും കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം കുറേ ബുദ്ധിമുട്ടും. നമുക്ക് നമ്മളെ വീട് ഇത് നമ്മൾ ഈ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ് പറഞ്ഞ് നമുക്ക് കുറേ സപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചടി. അതുകൊണ്ട് നമ്മൾ PD സതീശൻ വരുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ മന്ത്രി ആണെന്ന് വെച്ചത് ഇത് നോക്കുമ്പോൾ നമുക്ക് രണ്ടാമത് തിരിച്ചിലടിച്ച് തന്നെ ഞങ്ങൾ കുറേ കൊല്ലം ഈ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യും തലപ്പാടിയിൽ എന്തില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്ന് സമരം വെച്ചിട്ട് സ്ട്രൈക്ക് ആക്കിയത്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് തരണം പറ്റി. ഇതിപ്പോൾ ഇവരുടെ മാത്രമല്ല എല്ലാവരുടെ ഒരു അപേക്ഷയാണ്. എന്താ ചേട്ടാ ഏട്ടാ എന്തായി സമരത്തിൻ്റെ? കളക്ട്രേറ്റിൽ സമരം ചെയ്ത് വന്നേക്കുന്ന ബസ് തൊഴിലാളികളും കഴിച്ചിവിടെ കളക്ട്രേറ്റിന് അവിടെ സമരം ചെയ്ത് ഇപ്പോൾ വന്നേക്കുന്നത് നിങ്ങൾ കഴിഞ്ഞിട്ട് വന്നത്. നമ്മൾ പറഞ്ഞാൽ ഈ പ്രിയദർശിനി പദ്ധതിക്ക് നമ്മൾ എതിരൊന്നുമല്ല. പക്ഷേ അത് കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ എന്തെന്നില്ല പഠിച്ചിട്ട് സർക്കാർ ചെയ്യണമായിരുന്നു ആ കാര്യം. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ 65, അതായത് പെൻഷൻ പ്രായം കഴിഞ്ഞവർക്ക് ഫ്രീ യാത്ര കൊടുക്കുന്നതിന് നമ്മൾക്ക് എതിരില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ പട്ടിണിയാവാൻ പോകുന്ന സാധ്യതയുണ്ട്. 1200 ശമ്പളം ആയിക്കഴിഞ്ഞ് വെച്ചാൽ 1200 1300 ശമ്പളം മേടിച്ചിരുന്ന് 600-700 രൂപ ശമ്പളം, 600 500 അങ്ങനെ എന്തെങ്കിലും. അത് എത്ര ബാലൻസ് വരുന്ന അതാണ് ഇന്ന് നമുക്ക് ശമ്പളമായിട്ട് വരുന്നത്. ഈ 1 ലക്ഷം ഗവൺമെന്റ് ജോലി ഇല്ലേ ഓർക്ക് ഇവിടെ ഫ്രീ, 1 ലക്ഷം ശമ്പളം ഓർക്കും ഫ്രീ. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആരെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സർക്കാർ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, പിന്നെ മറ്റേ കോളേജ് ലെക്ചർമാർ, ഇവർക്കെല്ലാം 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന ആൾക്കാർ, അവരാണ് ഈ സൗജന്യ യാത്ര യൂസ് ചെയ്യുന്നത്. അതായത് പൊതുവായിട്ട് നമ്മളെ പാവപ്പെട്ട സ്ത്രീകൾ 1 ദിവസമോ 2 ദിവസമേ ആഴ്ചയിൽ ടൗണിലേക്ക് വരുള്ളൂ. അവർക്കൊന്നും ഇതിൻ്റെ പ്രയോജനം തീർത്തും ലഭ്യമല്ല. സർക്കാർ ഒരു പഠനം നടത്താതെ ചെയ്ത ആ ഒരു സംരംഭമാണ് ഈ പ്രിയദർശിനി സർവീസ്. നമ്മൾ പറയുന്നത് വിദ്യാർത്ഥികൾ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ വേണമെങ്കിൽ ചെയ്യായിരുന്നു. 65 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള സ്ത്രീകൾക്കും പിന്നെ പുരുഷന്മാർക്കും ഇവർക്ക് ഫ്രീ ചെയ്യായിരുന്നു. ഇതൊന്നും ഒരു സർക്കാർ തീർത്തും ഒരു പഠനം നടത്താതെ ചെയ്തൊരു സംരംഭമാണ്. അതാണ് നമുക്ക് നിയമങ്ങൾ കർണാടകയിലും ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് അവിടെ ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പം ഇന്ന് സമരം കഴിഞ്ഞു, എന്നെ സർക്കാരിൻ്റെ ഇതെങ്ങനെ അറിഞ്ഞിട്ട് ബാക്കി സമരങ്ങൾ പിന്നെ ജനപണിമുടക്കാൻ ഇന്ന് നമ്മൾ നടത്തിയിട്ടില്ല. എന്നിപ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണം വരുന്നില്ലെങ്കിൽ അനിശ്ചിതകാലമായിട്ട് നിർത്താനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ. സൗജന്യ യാത്ര എന്ന് പറഞ്ഞെങ്കിൽ കർണാടകത്തിൽ സിദ്ധരാമയ്യ വലിച്ചുണ്ടാക്കിയത് ഐഡൻറ്റി കാർഡ് കാണിച്ചിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യേണ്ടത്. അവർക്ക് മാത്രമാണ് സൗജന്യ യാത്ര. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സകലം എഴുതുന്ന ദുബൈയിൽ നിന്ന് പോയവർക്കും യാത്ര, ഇവിടെ മുംബൈയിൽ നിന്ന് വന്നവർക്കും യാത്ര, ഗുജറാത്തിൽ നിന്ന് വന്നവർക്കും യാത്ര, ഇവിടെ ഉള്ളവർക്കും യാത്ര, എല്ലാവരും യാത്ര.
ഈ ബസ് തൊഴിലാളിമാർ കർണാടകയിൽ പറഞ്ഞാൽ KSRTC ലാഭത്തിലോടുന്ന സംരംഭമാണ്. പക്ഷേ കേരളത്തിൽ 1500 കോടിയും 2000 കോടിയും ഓരോ ബഡ്ജറ്റിൽ സർക്കാർ KSRTCക്ക് ഗ്രാൻഡായിട്ട് കൊടുക്കുന്ന ആ ഒരു സംരംഭത്തിലാണ് KSRTC മുമ്പോട്ട് പോയിട്ടില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംരംഭം വന്നതോടെ 600 കോടി റുപ്യ വീണ്ടും സർക്കാരിന് ബാധ്യത. സർക്കാർ ഈ പറയുന്ന മന്ത്രിയോ മുഖ്യമന്ത്രിയോ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല, നമ്മളെ പോലെ പൊതുജനങ്ങൾ ടാക്സ് മേടിച്ചിട്ട് ഇനിയിപ്പോൾ വീട് നികുതി ഭൂമി നികുതി അത് ഇത് എന്നിട്ട് കൂട്ടും. അപ്പോൾ ചിന്തിക്കണം ഇവർ. ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനം 100% തെറ്റായ തീരുമാനമാണിത്. ഇപ്പൊ ഞാൻ പറയും ഇത്ര ഇന്ന് നിങ്ങൾ കൂടി കളക്ടറേറ്റ് മാർച്ച് നിങ്ങൾ കണ്ടു കാണും, എത്ര ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയില്ലേ. ഇവരെല്ലാം ബയറ്റത്തടിച്ചിട്ട് ഈ സർക്കാർ എന്ത് നിയമം കൊടുത്തിട്ട് ആരെ ഉദ്ധരിക്കാൻ? നമ്മൾ ഒരു സംരംഭം ചെയ്യുമ്പോൾ അത് 4 ആൾക്ക് ഗുണമുള്ളതാവണം, അല്ലാതെ മറ്റൊന്ന് ബയറ്റൊക്കെ അടിച്ചിട്ടുള്ളതാവാൻ പാടില്ല. 1985 നമ്മൾ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഏത് ഭരണം ഈ ഇങ്ങനത്തെ നാളും കെട്ട പണി എടുത്തിട്ടില്ല. ഇപ്പം ഈ BD സതീശനുണ്ടല്ലോ, ഇവന് വേണ്ടാതെ പണിയാണ്. ആ കേന്ദ്രത്തിൻ്റെ രാഹുൽ ഗാന്ധിയാണ് ഇത് വലിച്ചിട്ടത്. ഈയുടെ കർണാടകത്തിൻ്റെ ഇവൻ സിദ്ധരാമയ്യാണ് ഈ വലിച്ചിട്ട് ഇവന് കസാലയിരിക്കണം. ഞങ്ങളെ പാവപ്പെട്ട ഈ ബയറ്റിലൊക്കെ അടിച്ചിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ഇത് ചെയ്യുന്ന പണി ശരിയല്ല. പക്ഷേ ഇവർ യാത്രക്കാർക്ക് കൊടുക്കല് ഫ്രീ പാസ്. ആധാർ കാർഡ് നോക്കിയിട്ട് 60 വയസ്സിലെ യാത്രക്കാർക്ക് വയസ്സാക്കും ശരിയായി കൊടുക്കല്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കൊടുക്കല് പ്രശ്നമില്ല. അത് നമ്മൾ ഇവർ ഈ 8 പിള്ളേർ കണക്കാണ്. നിങ്ങൾ വരൂ ഇല്ല നമുക്ക് ഫീ വരുന്നു 1 മണിക്കൂർ കഴിയും. ഞങ്ങൾ ഇവിടെ ഇരുന്നല്ല സ്റ്റാൻഡിൽ. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് നമ്മ കാല് പോയിട്ട് വരുന്നു. നമുക്ക് ഡീസൽ മാക്സിമം എപ്പോഴും ഇടേണ്ട ഡീസൽ ഇടേ വേണം. ശമ്പളം നമുക്ക് ആദ്യം ഞാൻ 1985 പണിയെടുക്കുമ്പോൾ 70 രൂപ ശമ്പളത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടത്. ഇന്ന് 1200 രൂപ എനിക്ക് തൊഴിൽ കിട്ടുന്നു. 1200 രൂപ തൊഴിൽ കട്ടാക്കി ഇപ്പോൾ 600 രൂപ. എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുണ്ട്. ഇവരെ ഞാൻ കൊണ്ടുണ്ടേ എന്നും കൂടി വീട്ടിൽ അവർ അച്ഛനും മരുന്ന് വേണ്ടി നോക്കുന്നുണ്ട്. അവർ തിന്നാൻ കൊണ്ടുണ്ടേ. ഇവർ ഞങ്ങളെ പറ്റില്ല കൊള്ളടിച്ച് ഈ സർക്കാർ ഈ കസാലയിൽ എന്ത് കാര്യം? നാളും കെട്ട പണിയല്ലേ ഈ BD സതീശനെടുക്കുന്നത്. അതിലെന്തോ അതിലിപ്പോൾ വേറെ ഒരു പ്രശ്നം എങ്ങനെ വെച്ചാൽ ഇപ്പോൾ സ്ത്രീ സൗജന്യം ഇപ്പോൾ ഈ BD സതീശനായാലും പിന്നെ പിണറായി വിജയനായാലും ആരാണെങ്കിലും സ്ത്രീകൾ മാത്രം ഒപ്പിട്ടത് കൊണ്ടല്ലല്ലോ അവർ ജയിച്ചത്. അപ്പോൾ ആണുങ്ങൾക്ക് വിലയില്ലേ ഈ നാട്ടിൽ? ആണുങ്ങൾ ഒരേ കുടുംബം പുലർത്തുന്നതിന് 100-90% സ്ത്രീകളെ താഴ്ത്തിട്ട് ഞാൻ പറയുന്നതല്ല. 100-90% ആണുങ്ങൾ പണിയെടുത്തിട്ടാണ് ഓരോ വീടും കഴിഞ്ഞു പോകുന്നത്. പെണ്ണുങ്ങൾ പണിക്ക് വന്ന വീടും ഉണ്ടാവാം. ഇല്ല ഇപ്പോൾ അത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് 25% സ്ത്രീ സംവരണമാണ് ഓരോ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടായിരുന്നത്. ഇപ്പം 100-90% KSRTCയിൽ സ്ത്രീകളാണ് എല്ലാ സീറ്റിലും. അതായത് 48 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 45 സീറ്റിലും സ്ത്രീകൾ. അപ്പോൾ ആണുങ്ങൾക്ക് ആടി ഒരു വിലയില്ലാന്ന്. അപ്പോൾ പിന്നെ നമ്മളെന്ത് ആണ് നിൽക്കുന്നത്? അതുപോലെ ഇപ്പം നിങ്ങൾ KSRTC സൗജന്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാസർഗോഡ് ഏകദേശം ഒരു 45% ഉൾനാട്ടിലേക്ക് സർവീസ് ഉണ്ട്. ഒരു ഉൾനാടിലും പിന്നെ KSRTC ബസ് സൗകര്യമില്ല. അപ്പോൾ ആ നാട്ടിലുള്ളവർക്ക് ടൗണുമായിട്ട് ബന്ധപ്പെടാനുള്ള വ്യവസ്ഥ വേണ്ടേ? ഈ സർക്കാർ അതും കൂടി ആലോചിക്കണ്ടേ? ഇപ്പം നമ്മൾ ഇവിടുന്ന് കാസർഗോഡ് ചുരുക്കി പറയാം, സീതാങ്കോളി, മുണ്ടിയത്തെടുക്കുക, പൈക്കമുള്ള ഏരിയ, പിന്നെ ബദിയെടുക്കമുള്ള ഏരിയ, പിന്നെ പെർള, കമ്പാർ, ഇങ്ങനത്തെ എല്ലാ ഏരിയ ഉണ്ട് കാസർഗോഡ്. അതായത് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പിന്നെ തലപ്പാടി മാത്രമല്ല ഈ റൂട്ട്. ബസ് ഓടുന്നത് ഈ 3 റൂട്ടിലല്ല. അപ്പോൾ ആടെ ഇല്ല ആൾക്കാർക്കും ടൗണുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യം വേണ്ടെന്നാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗ്രാമവണ്ടി അറിഞ്ഞിട്ട് ഒരു വണ്ടി ഒരു 10-15 ദിവസം ഓടി. അത് തൊട്ട് അത് വീണ്ടും കട്ടപ്പുറത്തായി. ഇപ്പോൾ അത് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഓടുന്നുണ്ട്. ഓൾറെഡി 1500 കോടിയും 2000 കോടിയും സർക്കാർ ഗ്രാൻഡ് കൊടുത്തിട്ട് ഓടിക്കൊണ്ടായിരുന്ന KSRTC ഇന്ന് 600 കോടി കൊടുത്തിട്ട് 600 കോടി കൊണ്ട് എന്ത് നേടാൻ പറ്റും? നമുക്കിപ്പോൾ തുച്ഛമായ ശമ്പളം. ഇപ്പം ഞാൻ പറയാം, ഒരു കൂലിപ്പണി എടുക്കുന്നവൻ രാവിലെ നിങ്ങളും കൂലിപ്പണി എടുപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ. 9 മണിക്ക് വരും, 4:30 മണിയാകുമ്പോൾ മതിയാക്കി പോകും. ഓന് യൂണിഫോം വേണ്ട, ലൈസൻസ് വേണ്ട. ശമ്പളം എത്ര അറിയോ? 1000 റുപ്യ ശമ്പളം. നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് എണിച്ചിട്ട് വന്നിട്ട് രാത്രി 7, 8, 9 മണി വരെ പണിയെടുത്ത് നമുക്ക് തരുന്ന 1000ആണ്. അതായത് ഇപ്പം നമുക്കത് പറയാൻ പാടില്ല എങ്കിലും പറയുന്നത് ഏകദേശം 14 കൊല്ലം മുമ്പാണ് നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ ശമ്പള പരിഷ്കരണം വന്നത് ബസ് തൊഴിലാളിക്ക്. 14 വർഷം മുമ്പ്. അന്ന് പിന്നെ ഒരു കിലോ അരിക്ക് ഏകദേശം 35-36 റുപ്യ ഉണ്ടായിരുന്നു. ഇന്ന് ആ അരിക്ക് 57 റുപ്യ ഉണ്ട്. പക്ഷേ ശമ്പള പരിഷ്കരണം ഇവിടുത്തെ മുതലാളിമാരും വരുത്തിയിട്ടില്ല. ഇത് സംഘടനയിൽ ഇപ്പോൾ PMSഉം CITO ഏതാണെങ്കിലും അങ്ങനത്തെ ഒരു വർത്താനം ഇതുവരെ ഒരു യൂണിയനും പറഞ്ഞിട്ടുമില്ല.
അപ്പോൾ അതെല്ലാം അവരെ ലാഭം മുതലാളിമാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് യൂണിയൻകാർ നിൽക്കുന്നുണ്ട്. പറയുമ്പോൾ എല്ലാവർക്കും ചൂടി വരും, പക്ഷെ നടക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ 1000 ഉറുപ്പ്യ 9 മണിക്ക് വന്നിട്ട് 4 മണി വരെ പണിയെടുക്കുന്നവന് 1000 ഉറുപ്പ്യ ശമ്പളം കൊടുക്കുന്നത്, നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് എണിച്ചിട്ട് വന്നിട്ട് ഈ രാത്രി 9 മണിയോളം പണിയെടുത്ത് നമുക്ക് തരുന്ന തുച്ഛമായ ശമ്പളം, അതായത് ഒരു 1000 ഉറുപ്പ്യ. 1000 തരാത്ത മുതലാളിമാരുണ്ട്. എങ്കിലും 1000 ഉറുപ്പ്യ നമ്മൾ ഒരു മിനിമം കണക്ക് കൂട്ടിയിട്ട് എടുക്കുമ്പോഴത്തേനും അതിപ്പോൾ എന്തായി, കളക്ഷനില്ല ഒരു കാരണം കൊണ്ട് അത് 500ലേക്കും 400ലേക്കും എത്തി. അപ്പം നമ്മൾക്കും ജീവിക്കണ്ടേ? അല്ല, അത് മുതലാളിമാരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തരാൻ പറ്റും. കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇപ്പം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അവർക്ക് കിട്ടിയാലല്ലേ നമുക്ക് തരാൻ പറ്റൂ. ചില സമയത്ത് നമുക്ക് 1 ഉറുപ്പ്യ പോലും ശമ്പളം ഇല്ലാതെ, അതായത് അയാൾക്കും ഇല്ല നമ്മൾക്കും ഇല്ല. അതായത് നമ്മൾ ഒരു ഓണർ നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടണം, നമുക്കും വീട്ടിലേക്ക് എന്തെങ്കിലും അരി കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ പല പമ്പിലും ഡീസൽ അടിച്ചതിൻ്റെ പൈസ കൊടുക്കാതെയും, സ്പെയർ പാർട്സിൻ്റെ കടയിൽ പൈസ കൊടുക്കാതെയും, പിന്നെ ടയർ ഇൻസ്റ്റോൾ ചെയ്തതിൻ്റെ പൈസ കൊടുക്കാതെയും എല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു വ്യവസായമാണ് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലത്തെ ബസ് വ്യവസായം. ലാഭത്തിലോടുന്ന ആൾക്കാരുണ്ടില്ല ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഇടപെട്ടിട്ട് അതിന് വേണ്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും ബയറ്റത്തെ അടിച്ചിരിക്കുന്ന ഈ ഒരു നിയമം ഏതെങ്കിലും ഒരു രീതിക്ക് അത് എടുത്തു മാറ്റണം നമ്മൾ പറയുന്നില്ല. അതിന് തത്തുല്യമായ ഒരു പരിഹാരം സർക്കാർ ഉണ്ടാക്കി തരണമെന്നാണ് നമ്മളെ വിനീതമായ അഭ്യർത്ഥന. താങ്ക് യു. രാവിലെ ചെയ്ത സമരത്തിൻ്റെ ഫോട്ടോ ആണിത്. എല്ലാ പാർട്ടികളും ഒരുമിച്ച് ചേർന്നതാണ് ഈ ഒരു. നിങ്ങളുടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയാനുള്ളത്? സമരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിയദർശിനി സർവീസ് തുടങ്ങിയ മുതൽ നമ്മളെ പ്രൈവറ്റ് ബസ്സിന് 3000-4000 കളക്ഷന് കുറവാണ്, നഷ്ടമാണ്. ഒരു ഓടുന്ന ഒരു വണ്ടിക്ക്. ഏത് റൂട്ടാണ് ഓടുന്നത്? എൻ്റെ വണ്ടി കണ്ണൂർ മംഗലാറാണ് നമ്മളെ ഓടിക്കുന്നത്. ഈ വണ്ടിക്ക് രാവിലെ 5:30 മണിക്ക് കണ്ണൂർ നടക്കും. ആ വണ്ടിക്ക് ഒരു 3000 വരെ കളക്ഷൻ കുറവാണ്. അപ്പോൾ നമ്മൾ മുതലാളിക്ക് ബാധിക്കുന്ന ഒരു കേസാണ്. മുതലാളിക്ക് ഈ പ്രസ്ഥാനം നിർത്തി പോകണമെങ്കിൽ അത് താരതമ്യം ചെയ്യണം. അപ്പോൾ നമ്മളെ സാലറി ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുള്ളത്. നമുക്കതാണെങ്കിൽ ഈ വണ്ടിയിൽ രാവിലെ തുടങ്ങിയിട്ട് രാത്രി കണ്ണൂർ ഓൾട്ടായിട്ട് 11 പേർക്ക് ഓൾട്ടായിട്ട് അവിടെ റൂം എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു തുച്ഛമായ ശമ്പളം കിട്ടുന്നില്ല. ഓൾറെഡി എൻ്റെ അച്ഛന് ക്യാൻസർ പേഷ്യൻ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്ക് അച്ഛന് വേണ്ടിയിട്ട് മെഡിസിൻ മേടിക്കാൻ പൈസ വേണം. എനിക്ക് 3 മക്കളാണ് എനിക്കുള്ളത്. ഇവരെ പോറ്റാണെങ്കിലും ഇത് നിലനിർത്തണം. ഈ പണി പഠിച്ചു പോയി. 7 വർഷമായി ഞാൻ ആ സുസ്മിത ബസ്സിൽ തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വ്യക്തമായ സങ്കടമുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഒന്ന് നമ്മളെ തൊഴിലാളികളെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവർ പ്രഖ്യാപിച്ച കാര്യം നടപ്പിലാക്കുന്നതിന് നമുക്കൊന്നും പ്രതികരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവരെ ഇതാണ് ഭരണത്തിൽ വന്നാൽ നമ്മൾ ചെയ്യുന്നുള്ള ഒരു ഇതാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് അത് അന്വേഷിച്ചിട്ട് ചെയ്യണം. പിന്നെ മുതലാളിമാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബസ് ഇപ്പോൾ എൻ്റെ എടുക്കുന്ന പണി സുസ്മിത ബസ്. ആ സുസ്മിത ബസ് ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലമായി ഓടുന്നത്. പുതിയ വണ്ടിയാണ്. അതിന് 85,000 അടവുണ്ട്, ഇൻഷുറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുതലാളി നോക്കണം. ഇപ്പോൾ നമ്മളെ വണ്ടി കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് കർണാടകയിൽ 48,000 ടാക്സ് ഉണ്ട്. ഇവിടുത്തെ വണ്ടിക്ക് 30 ചില്ലറയാണ് ടാക്സ് ഉള്ളത്. മാത്രം കർണാടകയിൽ 48,000 ടാക്സ് ഉണ്ട് ആ വണ്ടിക്ക്. അതുപോലെ നമ്മളൊരു വേറൊരു വണ്ടിയുണ്ട്, 8 മാസമായി പുതിയത് ഇറങ്ങിയത്. തൊട്ടപ്പുറം ഉണ്ട് ആ വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടി 8 മാസമായി ഓടാൻ തുടങ്ങിയിട്ട്. ആ വണ്ടിക്ക് 85,000 അടവുണ്ട്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ വൈറ്റ് സുസ്മിത? അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ പിങ്കല്ലേ, അതെല്ലാം ഇതിൻ്റെ പകരം വേറൊരു വൈറ്റ് മംഗലാരം. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനും വലിയ ബാധ്യത. ഇപ്പോൾ ഇത് വണ്ടി കുറച്ച് ദിവസം രാവിലെ കിടന്ന് പോവും, 7:30 പോവും. 7:30 പോയിട്ട് കണ്ണൂർ വെക്കും. കണ്ണൂർ വെച്ചിട്ട് ആടുന്ന് വൈകുന്നേരം വരും. ഉച്ചക്കത്തെ ട്രിപ്പ് വരില്ല, 7 മണി 7:10 ട്രിപ്പ് വരും. അപ്പോൾ മുതലാളിക്കൊന്നും കിട്ടുന്നില്ല, തൊഴിലാളിക്ക് ഒരു 600-700 ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ പ്രതിസന്ധിയിലാണ് ഇപ്പോഴത്തെ ബസ് തൊഴിലാളികളുടെ അവസ്ഥ. നമുക്ക് ഈ പണി പഠിച്ചിട്ടായിപ്പോയി, ഇനി എന്തെന്ന് ചെയ്യണം നമുക്കറിയില്ല. ഗവൺമെൻറ് നമ്മളും ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ നമ്മളെ അവസ്ഥ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തതിൽ നമുക്കൊരു ഇതുമില്ല. ഇത് കൊടുത്തതിൽ ഇപ്പോൾ ഒന്നെങ്കിൽ +1 +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്ക് കൊടുക്കായിരുന്നു. അതിനുള്ള പരിഗണനയുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ 0 ടിക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ അനുകൂല ഗവൺമെൻറ് ഈ പ്രൈവറ്റ് ബസ്സിന് കൊടുക്കാം. ഇതൊന്നും ചെയ്യാണ്ട് KSRTCക്ക് മാത്രം കൊടുത്തു. ഇപ്പോൾ KSRTC കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. അത്രക്കും പോകുന്നത്. അതായത് പ്രൈവറ്റ് ബസ്സിലും കൊടുത്താൽ ആനുകൂല്യം പ്രൈവറ്റും കൊടുക്കൂലേ? ഈ പൈസ ഗവൺമെൻറ് കൊടുത്താൽ പോരെ? ഇതാണ് നമ്മളെ സങ്കടം, അത്രയേ ഉള്ളൂ.
ഇപ്പോൾ ഏകദേശം ഇത് തുടങ്ങിയ പിന്നെ മിച്ചമായൊരു ശമ്പളം എടുക്കാൻ നമുക്ക് പറ്റിയില്ല. നമുക്കും സങ്കടമുണ്ട്, മുതലാളിമാർക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എടുക്കാനും ഇതിൽ മുതലാളിമാർ നമ്മളോടൊന്നും പറഞ്ഞിട്ടാ, എന്നാലും മാത്രം നമുക്കൊരു മനസ്സാക്ഷിയില്ലേ, അവർക്കൊന്നും കിട്ടുന്നില്ല. ഈ ടാക്സും ഇതും ലോണും എല്ലാം അടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, 2 വണ്ടിക്ക് ഒരു വണ്ടിക്ക് 55,000 വെച്ചാൽ 2 വണ്ടിക്ക് എത്രയായി? ഈ ലോൺ അയാൾ എടുക്കണം. പിന്നെ ഈ വണ്ടി പുതിയ വണ്ടി എടുക്കാനുള്ള കാരണം ഇപ്പം മോഡൽ മാറുന്ന പോലെ എന്തെല്ലോ നിയമങ്ങളില്ലേ, പുക കാര്യങ്ങൾ, BS6 വണ്ടി വേണം, അങ്ങനെയെല്ലാം ആയിട്ട് പുതിയ വണ്ടി ഇറക്കി. നമ്മളെ പഴയ വണ്ടി 10-15 കൊല്ലം ഓടിച്ച വണ്ടിയാണ്, ഓടിച്ച് നിലനിർത്താൻ പറ്റുന്നത്. അങ്ങനെ അതിന് പുതിയ വണ്ടി ഇട്ട് 8 ഒരു മുഷ്ടം ഉണ്ടായിട്ട് നല്ല രീതിയിൽ പോയി. ഇപ്പോഴത്തെ വണ്ടിക്ക് ഈ ആഡ് ബ്ലൂ വേണം. ആഡ് ബ്ലൂ എന്നൊരു സംഭവമുണ്ട്. ഈ സംഭവം 5 ദിവസത്തേക്ക് ഒഴിക്കണം. ഈ സാധനത്തിന് 1000 രൂപ ഉണ്ട് ഒരു ക്യാനിന്, 1200 വരെ ഉണ്ട് ഒരു ക്യാനിന്. ഇത് ഒഴിക്കണം, പുക മാലിന്യകാരണം എന്ന് വെച്ചിട്ട്. ഇതെല്ലാം ഒടിച്ചിട്ട് ഇവിടെ മൂലം നിലനിർത്താണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഇതായിട്ട് എണ്ണയ്ക്ക് വില കൂടി. ഏകദേശം 8 രൂപയോളം എണ്ണയ്ക്ക് 1 ലിറ്ററിന് കൂടി. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര നമ്മളെ സങ്കടം നമുക്ക് മുതലാളിയോടല്ലേ പറയാൻ പറ്റും, വേറെ ഒന്നും പറയാൻ പറ്റും. അങ്ങനെ കുറേ പണിക്കാർ ലീവ് ആക്കിയിട്ട് പോകുന്നുണ്ട്, കുറേ ആൾ വേറെ തൊഴിൽ നോക്കുന്നുണ്ട്. വേറെ തൊഴിൽ നോക്കാനൊന്നുമില്ല, എന്തെന്ന് പറയണ്ടേ. നമ്മൾ കണ്ടക്ടർ പണി, ഡ്രൈവർമാരായാലും ലോറിയിലോ കാര്യങ്ങളെല്ലാം പോവായിരിക്കും. മാത്രം നമ്മൾ കണ്ടക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രതിസന്ധിയാണ് നമ്മളും തൊഴിലാളികൾ വന്നു, പിന്നെ നമുക്ക് ഇവിടെ ജോലിയുള്ളത്. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ. പിന്നെ ഒരു കലക്ടറേറ്റ് ധർണ ഉണ്ടായിരുന്നു, നടത്തി. അതിലെന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക്. ഇതിലെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഇളവ് വരുത്തണം. ഈ ഇൻഡർസ്റ്റേറ്റ് പിന്നെ TT ഇതെല്ലാം കുറച്ച് ഒഴിവ് കൊടുത്തെങ്കിൽ നമുക്ക് കുറച്ച് കളക്ഷനാണ്. അതല്ല, നമ്മളിപ്പോൾ വണ്ടി കണ്ണൂർ തൊട്ട് മംഗലാപുരം വരെ പോകുന്ന വണ്ടി നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കർണാടക ഗവൺമെൻറ് ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡർസ്റ്റേറ്റിൽ അവർ കൊടുത്തിട്ടാണ്, അവർ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടാലും ചെയ്ത്. തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്, അവർ അടുത്ത വണ്ടി അവർ ഏർപ്പാടാക്കി. ഇവർ മൊത്തത്തിൽ ഇനി കർണാടകക്കാർക്കായാലും കേരളക്കാർക്കായാലും മൊത്തം ഒരു ഐഡൻറ്റി കാർഡോ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫോ ഒന്നുമില്ല, എല്ലാം കൊണ്ട് ഇവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മറ്റേ ഇൻഡർസ്റ്റേറ്റ് കൊടുക്കൂലെന്ന്. ഇൻഡർസ്റ്റേറ്റ് അടക്കം കൊടുത്തു. അതിൽ കുറേ കർണാടക വണ്ടിയും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. തലപ്പാടിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന കുറേ വണ്ടികൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്തായാലും അവരെ ഒരു വരുമാനമാണ് രാവിലെയും വൈകിട്ടും. മറ്റേ തലപ്പാടി ടു മാംഗ്ലൂർ മാത്രം അവർക്കും ഈ 4000-5000 അടിയുണ്ട്. അവരും കുറേ ആൾ അവിടുത്തെ MLA കണ്ടിട്ടുണ്ട്, അവിടുത്തെ മറ്റേ കലക്ടർ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. കാണുന്നൊന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രം ഒന്നും പ്രതികരിക്കാൻ ഒന്നും അറിയില്ല. ഗവൺമെൻറ് ഇങ്ങനെ മുമ്പ് തുടർന്നാൽ പ്രൈവറ്റ് ബസ്സാറിലും പട്ടിണി കിടക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. വേറെ പട്ടിണി മാത്രമല്ല, ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഇപ്പോൾ ലിമിറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഗ്യാസിന് വില കൂടി പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ 10 രൂപയുടെ ദോശയ്ക്ക് 20 ഉറുപ്പ് എടുക്കുന്നുണ്ട്, 10 രൂപയുടെ ചായക്ക് 20 ഉറുപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിദേശിക്കുന്നുണ്ട്. ഒരു ഹോട്ടലിൽ ഇപ്പോൾ എടുക്കുന്ന കാര്യങ്ങളാണ്. അതിനാരും പ്രതികരിക്കുന്നില്ല, ഒരാളും പ്രതികരിക്കുന്നില്ല. ഒന്നും ചെയ്തോട്ട് നമുക്കിപ്പോൾ ഒരു 700-800 ഒരു ദിവസം ചിലവ് വരുന്ന വണ്ടിക്ക് ഇപ്പോൾ 1200 വരെ ചിലവ് വരുന്നുണ്ട്. ഇതും നമ്മൾ കാണണ്ടേ ഇതിലേ. ശമ്പളം എടുക്കാൻ പറ്റുന്നില്ല, എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കാണാമായിരുന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മൾ പ്രൈവറ്റ് ബസ് തൊഴിലാളിക്ക് എന്തെങ്കിലും ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്കൊരു നന്ദിയുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് വേറെ പണിക്ക് പോകാനൊരു യോഗ്യതയില്ല. പിന്നെ ഇനി വേറെ വണ്ടി കണ്ടുപിടിക്കണം, വേറെ പണി, വേറൊരു തൊഴിലിന് നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല പഠിച്ചതിനോട് നമ്മളെ പഠിച്ചൊരു ശീലമായിപ്പോയി കണ്ടക്ടർ പണി. എവിടെ പോയാലും ബസ് തൊഴിലാളിക്ക് ഒരു വിലയില്ല, ഒരു നിലയില്ല. ഇനി ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പോയാലും ബസ് തൊഴിലാളി വെറും ഒന്നുമല്ല. ഇനി ഒരു പരാതി, ഒരു പെന്നും പേപ്പർ ഉണ്ടെങ്കിൽ എന്നും പരാതി എഴുതി കൊടുക്കുക ജനങ്ങൾക്ക്. മാത്രം നമ്മൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പോയാൽ നിയമ നടപടി നമുക്കാണ്, നമുക്കൊരു അനുകൂലമില്ല. എവിടെ പോയാലും റോട്ട് മേടിയും വിളിക്കുന്ന രാവിലെ നിന്ന് വൈകിട്ട് വരും അച്ഛനെ അമ്മേനെ വിളിക്കുന്ന കുറേ ചീത്തകൾ കേൾക്കാം. അത്രേ വൈകുന്നേരം ബാക്കിയുള്ളൂ ഇപ്പോൾ, അതാണുള്ളൂ. റോട്ടിൽ പോകുന്ന ചെറിയ പിള്ളേർ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം വിളിക്കുന്ന നായിൻ്റെ മോനെ ഇങ്ങനത്തെ വർത്താനാണ് വിളിക്കുന്നത്. നമ്മൾ സഹിച്ചിട്ട് എന്നാലും പണിയെടുക്കുന്നത്. ഇതേ ഉള്ളൂ തൊഴിലാളി. പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം പറയും, പറഞ്ഞാൽ പ്രശ്നം പറയും. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പിന്നെ കച്ചറായി, ബസ് പിടിച്ചു വെച്ച് ബസ്സിൻ്റെ ചില്ല് തകർത്തതാക്കി. ഇതാർക്ക് പോയി? മുതലാളിമാർക്ക് പോയി അല്ല. പാങ്ങൾ നമുക്ക് അടി കൊണ്ടിട്ട് നമ്മൾ പിന്നെയും പണിയെടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും മിണ്ടാണ്ട് വെക്കാം. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കൂടെയുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ സുസ്മിത ബസ്സിൻ്റെ ഓണറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്? സമരത്തിന് പോകേണ്ടി വരുന്നത് അത്തൊരു മോശമായിട്ടുണ്ട്. സമരമല്ല, ഇപ്പോൾ ഇതൊരു ധരണി നമസ്കാരമായിരുന്നു. ഇന്നിപ്പോൾ ഇതാണ്ട് 13 ചർച്ച വിളിച്ചിട്ടുണ്ട്. ചർച്ച തിരുവനന്തപുരത്ത് 3 ഡിസ്ട്രിക്റ്റായിട്ട് ഇതുണ്ട്, ഇത് നിരാഹാര സത്യാഗ്രഹമുണ്ട്. അതേ കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് എന്ത് തീരുമാനമൊക്കെ നോക്കാനുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയില്ല, അത്ര ബുദ്ധിമുട്ടാണ്. ഒരു 80,000 രൂപ ലോൺ കെട്ടാൻ വണ്ടി എങ്ങനെ കെട്ടേണ്ടത്? ഒരു ദിവസം ഈ വണ്ടി ഓടി ഒരു മാസം 50,000 രൂപ കൂടി ചിലവുണ്ട്. ചിലവ് മാത്രം ലൈനർ, ടയർ, ടാക്സ്, ഇൻഷുറായിട്ട് 50,000 രൂപ ചിലവുണ്ട്. പണിക്ക ശമ്പളം കഴിച്ചിട്ട്.
ആ കിട്ടുന്ന പേരൻസ് അവർക്ക് ശമ്പളം കഴിച്ചു കൊടുക്കുന്നതാണ്. അതിൽ ഞങ്ങൾക്ക് 50 രൂപ ചിലവ് ഇതിലുണ്ട്, ഒരു 80 രൂപ ലോണുണ്ട്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഒരു 40 രൂപ ഒരു മാസം കിട്ടുന്നില്ല. കഴിഞ്ഞ മാസം 15 തുടങ്ങിയത്, 15 തുടങ്ങി കുറച്ച് കളക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് 15 തോട്ടി ഞങ്ങൾക്ക് ആകെ 48 രൂപ ബാലൻസ് ഉള്ളത്. എങ്ങനെ ബസ് മുന്നോട്ട് കൊണ്ടുപോകാം? ഇതേ വണ്ടി ഇപ്പോൾ 8 മാസം ഓടിയ വണ്ടി. ഭാരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കഷ്ടപ്പാട് ഞങ്ങൾക്കെന്നല്ല ഏത് ആൾക്കും അറിയാം. ഇതൊരു ചെയ്തത് അവർ ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു അനൗൺസ് അവർ ചെയ്തത് സർക്കാർ. അപ്പോൾ കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ അവരുടെ ഫാമിലി ചിന്തിക്കുമ്പോഴാണ് ഒരു വിഷമം. മാരൊക്കെ പറഞ്ഞത് അവരുടെ ഒരു വേദന, ആ ഒരു എന്നാ പറയുക, നഷ്ടം, വേദന, അത് അവർക്ക് മാത്രം മനസ്സിലാവും. അങ്ങനെയാണ് ഗൈസ്. ഇത് എപ്പോൾ ശരിയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടേ ടൈം കാണാം. ബൈ.